എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി സാമ്പാറാണ്. ചോറിൻ്റെയും ഇഡ്ഡലിയുടെയും ദോശയുടെയൊക്കെ കൂടെ കഴിക്കാവുന്ന അടിപൊളി സാമ്പാർ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു കടായി വെച്ചെടുക്കാം. അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മല്ലി, മുളക് ഇതൊക്കെ ഒന്ന് വറുത്തിട്ടാണ് കേട്ടോ ഈ സാമ്പാർ തയ്യാറാക്കുന്നത്. 1 ടീസ്പൂൺ മുഴുവൻ മല്ലി, 1/2 ടീസ്പൂൺ ചുവന്ന പരിപ്പ്, തുവരപ്പരിപ്പായാലും മതി കേട്ടോ. അപ്പോൾ ഞാൻ ചുവന്ന പരിപ്പാണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത്. 1/2 ടീസ്പൂൺ ഉഴുന്ന്, പിന്നെ വേണ്ടത് അരി, പച്ചരി, അതാണ് ഇട്ട് കൊടുക്കുന്നത്. ചോറ് വയ്ക്കുന്ന അരിയാണെങ്കിലും കുഴപ്പമില്ല. ഞാനിപ്പോൾ പച്ചരിയാണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് കുരുമുളകും കുറച്ച് തേങ്ങാക്കൊത്തിൻ്റെ പീസും. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം. ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു 4 വറ്റൽമുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ മുളക്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനിയിപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. ഒരു കഷ്ണം കായം അതിട്ട് കൊടുക്കാം. എന്നിട്ട് അതും ഒന്ന് ഫ്രൈ ആയി വന്നതിന് ശേഷം അതിലേക്ക് ഒരു തക്കാളി, ഒരു ചെറിയ സവാള കൊത്തിയരിഞ്ഞത്, ഇതെല്ലാം കൂടി ഒന്ന് വാട്ടിയെടുക്കാം. ഒന്ന് വഴന്ന് വന്നതിന് ശേഷം നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് വീണ്ടും ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ ചേർത്തെടുത്തിരിക്കുന്ന അരിയുടെയും മുളകൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ കൂട്ടത്തിൽ ഇത് ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് അരച്ചെടുത്ത് വരാം. അപ്പോൾ അത് ഓൾറെഡി ഞാൻ പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട്. 1/2 കപ്പ് പരിപ്പ് വേവിച്ചതാണ് കേട്ടോ ഉപ്പിട്ടിട്ട്. അതിലേക്ക് ക്യാരറ്റ്, ഒരു ഉരുളക്കിഴങ്ങ്, ഒരു വഴുതനങ്ങ, ഇത്ര മാത്രം കഷ്ണങ്ങളാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നെല്ലിക്ക വലുപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട്, അതോടെ പിഴിഞ്ഞെടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഇനി നമ്മൾ അരച്ചെടുത്തുകൊണ്ട് വന്നിരിക്കുന്ന അരപ്പുണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ടാണ് കേട്ടോ നമ്മളിതെല്ലാം വേവിച്ചെടുക്കുന്നത്. ഈ അരപ്പും കൂടി ചേർത്ത് വേവിക്കുമ്പോഴാണ് കേട്ടോ ഈ സാമ്പാറിന് ഒരു പ്രത്യേക ടേസ്റ്റ്. അപ്പോൾ അരപ്പും കൂടി ഒഴിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഒഴിച്ചെടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനി അടച്ച് വെച്ചിട്ട് ഒരു 2 വിസിൽ അത്ര മാത്രം മതി. അപ്പോഴേക്കത്തേനും നല്ല സാമ്പാർ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. 2 വിസിൽ അടുപ്പിച്ചെടുത്തിട്ടുണ്ട്. കഷ്ണങ്ങളൊന്നും അധികം ഉടഞ്ഞു പോവാതെ കിട്ടിയിട്ടുണ്ട്. അധികം ഉടഞ്ഞു പോകരുത്, ഈ ഒരു രീതിയിലാണ് വേണ്ടത്. ഇനി നമ്മളിത് വറുത്തിടുകയാണ്. കടുകും കറിവേപ്പിലയും വറ്റൽമുളകും കൂടി വറുത്തിട്ടിട്ടുണ്ട്. അപ്പോൾ അടിപൊളി നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് ഇഡ്ഡലിയുടെ കൂടെ കഴിക്കാൻ സൂപ്പറാണ്. നല്ല കുതിർത്ത് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ കഴിക്കാറ്. സാമ്പാർ ഇഡ്ഡലിയുടെ കൂടെ ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നല്ല വിഭവങ്ങളായിട്ട് വരുന്നവരെ പോയിട്ട് വരാം.